നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീലേ, 2022 പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കപ്പെടുന്നത്. നിരോധനത്തിന് കാരണമായ സാഹചര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ അവരുടെ പോഷക സംഘടനകൾ പലതും, ക്യാമ്പസ് ഫ്രണ്ട് ഉൾപ്പെടെയുള്ള അവരുടെ മനുഷ്യാവകാശ സംഘടന ഉൾപ്പെടെയുള്ളത് നിരോധിക്കപ്പെട്ടു. വിമൻസ് ഫ്രണ്ട് ഒക്കെ നിരോധിച്ചു. പക്ഷേ അവരുടെ രാഷ്ട്രീയ മുഖമായ SDPI നിരോധിച്ചില്ല. കാരണം രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് അതിനെ നിരോധിക്കണമെങ്കിൽ അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയൊക്കെ വേണം. ഇപ്പോൾ ഒരു പുതിയ വാർത്ത പുറത്തു വരുന്നു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അഥവാ SDPI ഒരു പുതിയ അവരുടെ ഒരു യുവജന വിഭാഗം എന്നുള്ള രീതിയിൽ ഒരു സംഘടന രൂപീകരിക്കുകയാണ്. യങ് ഡെമോക്രാറ്റിക് പാർട്ടി, അതായത് ഡെമോക്രാറ്റ്സ് എന്ന പേരിൽ ഒരു സംഘടന, യങ് ഡെമോക്രാറ്റ്സ് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കുകയാണ്. അതായത് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ടൊരു പുതിയ പ്രതിഭാസം, ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ കൂറക്കൂട്ടം ഒരു പുതിയ പ്രതിഭാസം തുടങ്ങിയിട്ടുണ്ട്. അത് മറയാക്കിക്കൊണ്ടാണ് ഈ SDPI പുതിയ ഒരു സംഘടന രൂപീകരിക്കുന്നത് എന്ന് കേൾക്കുന്നു. എന്താണ് ഇതിൻ്റെ വാസ്തവം? ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഇതിനെക്കുറിച്ച് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം എന്തെങ്കിലും തരത്തിലുള്ള പഠനമോ ഇവരെ നിരീക്ഷിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്താണ് വിശദാംശം? തീർച്ചയായും അതിനുള്ള സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു സംഘടന, ആ സംഘടന നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടായ ഒരു സംഘടന. അത് സോഷ്യൽ മീഡിയയിലൂടെ നേരത്തെ സംഘടന ഉണ്ടാകും മാത്രമല്ല, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ ഒരു വാക്കിനെ പിടിച്ചുകൊണ്ട് മടിയന്മാരായ ആൾക്കാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിൽ പിടിച്ചുകൊണ്ട് ഇന്ത്യക്ക് പുറത്ത് കൃത്യമായി ജോലിയൊക്കെ എടുത്ത് നല്ല പണം സമ്പാദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ സോഷ്യൽ മീഡിയ വഴി ഉണ്ടാക്കിയെടുത്ത ഒരു സംരംഭമാണ്. അതും ഈ സംരംഭം നയിക്കുന്നവർ ഇന്ത്യയിലല്ല ഇരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ചില രാജ്യവിരുദ്ധ എലമെൻറ്റുകൾ അതിൽ തന്നെ പുറത്തു വരുന്നുണ്ട്. കേരളത്തിൽ വക്താവാണെന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആ യുവതി മദനിയുമായി അടുത്ത ബന്ധമുള്ള, മദനിയുടെ ബ്ലഡ് റിലേഷനിലുള്ള ആളാണ്. മദനിയുടെ ഭാര്യ സൂഫിയ മദനിയുടെ ബ്ലഡ് റിലേഷനുള്ള ആളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും ഇതിൻ്റെ പിന്നെ ഒരു രാജ്യവിരുദ്ധ അജണ്ടയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ അജണ്ടകൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഒരുപക്ഷെ ജനാധിപത്യത്തിലൂടെ മോദിയെ അട്ടിമറിക്കാൻ കഴിയില്ല എന്ന ഒരു തീരുമാനം, ഒരു ചിന്ത ഒരു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് സമീപകാലത്തെങ്ങും മോദിയെയോ BJPയോ ഇല്ലാതാക്കാനോ അട്ടിമറിക്കാൻ കഴിയില്ല. ജനാധിപത്യത്തിലൂടെ പറ്റില്ല, തെരഞ്ഞെടുപ്പിലൂടെ പറ്റില്ല, BJPയെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. പറയുന്നത് ഞാനല്ല, ഇത് നമ്മുടെ തലമുതിർന്ന പത്രപ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും ഇക്കാര്യം അടിവരയിട്ട് പറയുന്നു. സമീപകാലത്തെങ്ങും ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ കക്ഷികൾക്കും നരേന്ദ്രമോദിയെയോ BJPയോ, ഒരു പക്ഷേ മോദി മാറിയിട്ട് മറ്റൊരാൾ വന്നു എന്നിരിക്കട്ടെ, ചിലപ്പോൾ BJPക്ക് കുറച്ച് സീറ്റുകൾ കുറഞ്ഞു, പക്ഷേ BJP പരാജയപ്പെടുത്താൻ സാധിക്കില്ല. BJPയെ ഈ പറയുന്നത് രാഷ്ട്രീയമായിട്ട് BJPയെ തറപറ്റിച്ച് ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് പൊതുവെ എല്ലാവരും, രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകരും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ പലപ്പോഴും ഇത്തരത്തിലുള്ള സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം നാദാപുരത്തു നിന്ന് തുടങ്ങിയ NDF എന്ന് പറയുന്ന നാദാപുരം ഡിഫൻസ് ഫോഴ്സ് പിന്നീട് പോപ്പുലർ ഫ്രണ്ടായി രൂപാന്തരപ്പെട്ട ചരിത്രമൊക്കെ നമുക്ക് സംഘടന ഉണ്ടായിരുന്നു. പിന്നീട് SIO നിരോധിച്ചപ്പോൾ സ്റ്റുഡന്റ്സ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അപ്പോൾ അങ്ങനെ പല സംഘടനകളും പലപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാവുന്നു. ആ പാർട്ടിയായിട്ടൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല, സോഷ്യൽ മീഡിയ കൂട്ടായ്മ ഉണ്ടാവുന്നു. ആ കൂട്ടായ്മയുടെ മറവിൽ ഇപ്പോൾ ആ യൂത്തുകളെ, അതായത് ഈ ചെറുപ്പക്കാരെ ആകെക്കൂടി ഇളകി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ എല്ലാവരെയും കൂടി ഒരു ഏകീകൃത രൂപമുണ്ടാക്കാം. 18 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കുള്ള അതൊരു വല്ലാത്ത പ്രായമാണ്. എന്നുവെച്ചാൽ കൗമാരം വിട്ടു യൗവനത്തിലേക്ക് കാലൂന്നി
വലിയ പ്രത്യേകിച്ച് കോളേജുകളിൽ ആ സമയത്ത് എല്ലാവർക്കും സാഹസ ബുദ്ധിയുണ്ട്, നമുക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന കൃത്യമായ ഗൈഡൻസും ഒപ്പം കോളേജുകളിൽ നിന്നും അധ്യാപകരുടെ ഭാഗത്തു നിന്നും കിട്ടുന്ന ഗൈഡൻസും ഒക്കെ നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ കുട്ടികളല്ല. ഇപ്പൊ കുട്ടികളെ ആദ്യം പഠിപ്പിക്കുന്ന വീട്ടുകാർ പറയുന്നത് അധ്യാപകർ പറയുന്നത് കേൾക്കരുതെന്നാണ്. അധ്യാപകരുടെ കാലത്തൊട്ട് തൊഴുതാൽ അത് ക്രിമിനൽ കുറ്റമായി ചിത്രീകരിക്കപ്പെടുന്ന കാലഘട്ടമാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ അടിമകളാകുന്നു എന്ന് പറയുന്നതാണ്. അപ്പൊ ഈ കുട്ടികളെയൊക്കെ വഴിതിരിച്ചു വിടാനും ഇത്തരത്തിലുള്ള കലാപങ്ങൾക്ക് പ്രേരിപ്പിക്കാനും ആദ്യമായി നടത്തുന്ന ശ്രമങ്ങളുടെ ആദ്യത്തെ പടിയാണ് ഇത്തരത്തിലുള്ള വീട്ടുകാരെ എതിർക്കാനും മാതാപിതാക്കളെ പറയാനും ചില വാക്കുകളൊക്കെ ഉണ്ട്. അത് പേഴ്സണൽ. അച്ഛനും അമ്മയും ചെലവിന് കൊടുക്കുമ്പോൾ ആ കുട്ടികളോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ ഉടനെ പറയാം അതെന്റെ പേഴ്സണലാണ്. അപ്പൊ അച്ഛനെയും അമ്മയും ചില വാക്കുകൾ ചെലവിന് വരുന്നത് ഞങ്ങളല്ലേ എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ കടമയാണ്, ഉത്തരവാദിത്തമാണെന്ന് പറയാം. അപ്പൊ ഇതൊക്കെ അപ്പൊ തിരിച്ചുത്തരവാദിത്വം ഇല്ല, ഉത്തരവാദിത്വം ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞു പറ്റിച്ച് കുട്ടികളെ വഴിതെറ്റിക്കുക, തലച്ചോറിൽ വിഷം കുത്തിവെച്ച് വിഷം കലർത്തി അവരെ രാഷ്ട്രവിരുദ്ധരാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തി. അതാണ് സത്യത്തിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ഇരുതല, നല്ല കാര്യങ്ങളുമുണ്ട് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അപ്പോൾ നമുക്ക് വിവേചന ബുദ്ധി വേണം, നല്ലതെടുക്കാനും ചീത്ത കളയാനും. നമുക്ക് ചിന്താശേഷി വേണം, ഇതിൽ ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാനുള്ള. അതായത് നമ്മൾ പറയും ശ്രവണം, മനനം, നിധിധ്യാസനം, സാക്ഷാത്കാരം എന്ന ഒരു 4 കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ പ്രാചീന ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. ഇത് നന്നായിട്ട് കേൾക്കുക, കേട്ടതിനെ ഏകാന്തമായിരുന്നു മനനം ചെയ്യുക, മനനം ചെയ്ത് അതിലെ ശരിതെറ്റുകളെ നിർണ്ണയിക്കുക, നിധിധ്യാസനം എന്നാണ്. ആ ശരിതെറ്റുകളെ നിർണ്ണയിച്ചിട്ട് ശരിയെ സ്വീകരിക്കുക, തെറ്റിനെ തള്ളിക്കളയുക. ഇതാണ്, അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ ഈ വിദ്യാർത്ഥി അനുഷ്ഠിക്കേണ്ട കടമകളെക്കുറിച്ച് പറയുന്നിടത്താണ്, പഠനത്തെക്കുറിച്ച് വരുമ്പോൾ പറയുന്നതാണ് ശ്രവണം, മനനം, നിധിധ്യാസനം, സാക്ഷാത്കാരം. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാര്യത്തിലും ഇത് ആവശ്യമാണ്. സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എല്ലാം ഈ നമ്മുടെ ഈ പറയുന്നത് ഫേസ്ബുക്ക് ആകട്ടെ, വാട്സാപ്പ് ആകട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എക്സ് ആകട്ടെ, ഏതുമാകട്ടെ, അതിൽ കൂടെ വരുന്ന വിവരങ്ങൾ ആദ്യം അത് ശരിയാണോ തെറ്റാണോ എന്ന് നിർണ്ണയിക്കണം. അതിൽ യുക്തിയുണ്ടോ ഇല്ലയോ എന്ന്. നമുക്ക് ചിന്താശേഷിയുണ്ട്. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ഈ പറഞ്ഞു കേട്ടത്, നമ്മുടെ മുന്നിൽ വന്ന ഒരു കാര്യത്തെ അതേപടി അങ്ങ് വിഴുങ്ങുന്നതിന് പകരം അതിലെത്ര ശരിയുണ്ട്, അതിലെത്ര തെറ്റുണ്ട് എന്ന് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച്, ബുദ്ധിയുടെ ഉരകല്ലിൽ ഉരച്ച് നോക്കി വേണം നിർണ്ണയിക്കാൻ. അത് എല്ലാ മനുഷ്യർക്കും സാധിക്കുന്ന കാര്യമാണ്. കോമൺ സെൻസ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും ഉണ്ട്. അതിന് പകരം നമ്മൾ ഈയാമ്പാറ്റകളെ പോലെ എടുത്ത് ചാടിയാൽ അത് ഈ അഗ്നിനാളം കണ്ട് പറന്നു വരുന്ന ഈയാമ്പാറ്റ അവസാനം ചിറക് കരിഞ്ഞ് അവിടെ കിടന്ന് പിടഞ്ഞു മരിക്കും. അതുപോലെ ഈ ചെറുപ്പക്കാരുടെ സമൂഹവും ഈ വളരെ യങ്ങായിട്ടുള്ള ഈ ഒരു ജനറേഷൻ, അതും നിങ്ങളുടെ ചിറകുകൾ കരിഞ്ഞ് നിങ്ങളെ ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റും. അതാണ് അവരുടെ ഉദ്ദേശം, ഒരു തലമുറയെ നശിപ്പിക്കുക. അല്ലാതെ ഈ രാജ്യത്ത് മോദിയെ അട്ടിമറിക്കാനോ BJPയെ താഴെ ഇറക്കാനോ പുതിയ ഭരണം കൊണ്ടുവരാനോ ഒന്നുമല്ല. ഇത് വളരെ കൃത്യമായിട്ട് ഒരു തലമുറയെ മൊത്തത്തിൽ ഷണ്ഡീകരിക്കുക, അവരെ ഇല്ലായ്മ ചെയ്യുക, അവരെ ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റുക, അവരെ രാഷ്ട്രത്തിനെതിരെ തിരിച്ചുവിട്ട് സമരം ചെയ്യിച്ച് അവരെ ഈ പറയുന്നത് പോലെ അധികാരികളുടെ ഭരണകൂടത്തിൻ്റെ ഒക്കെ അപ്രീതിക്ക് അവർ പാത്രമാവുകയും അതിലൂടെ അവർക്കെതിരെ കേസുകളും മറ്റും, കാരണം ഈ സമരമൊക്കെ അക്രമാസക്തമായ നമുക്കറിയാം, കേസ് വരും. അപ്പോൾ കേസുകൾ പ്രതിയായി അവരുടെ ഭാവി ഇല്ലാതായി. അത് നമ്മുടെ രാജ്യത്തെ ബാധിക്കും. അതായത് മെയ് 15-നാണ് ഈ യങ് ഡെമോക്രാറ്റ് ഔദ്യോഗികമായി ഡൽഹിയിൽ സ്ഥാപിക്കപ്പെട്ടത്. അതിനുശേഷം മെയ് 20-ന് തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ സ്റ്റേറ്റ് യൂത്ത് അസംബ്ലി ഇവർ സംഘടിപ്പിച്ചിരുന്നു. അതായത് 15-ന് തുടങ്ങിയ സംഘടന 20-ന് ഇവിടെ പരിപാടി 5 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് പരിപാടി അവതരിപ്പിക്കുക. യഥാർത്ഥത്തിൽ തിരുവനന്തപുരം, കേരളം, പ്രത്യേകിച്ച് കേരളം ഈ തീവ്രവാദികൾക്ക് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മണ്ണാണെന്ന് നമുക്ക് 100% അറിയാം. ഇത് കേരളമാണെന്നും വിദ്യാഭ്യാസ വിവരമുണ്ടെന്നും കേരള മോഡലെന്നും ഒക്കെ പാടി പുകഴ്ത്തുമ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകൃഷ്ടരായി പോയിട്ടുള്ളത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിലെ പുരോഗമനക്കാരുടെ പുരോഗമനമാണ് ഇതിന് കാരണമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതായത് ഇടതുപക്ഷത്തിൻ്റെ പുരോഗമനവാദവും വലതുപക്ഷത്തിൻ്റെ മതപ്രീണനവും രണ്ടും ചേരുമ്പോൾ കേരളത്തിൽ ഇതിന് പറ്റിയ ഏറ്റവും നല്ല മണ്ണായി രൂപാന്തരപ്പെടുകയാണെന്ന കാര്യത്തിൽ മാറുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെ. ഒരു കാര്യം കൂടി പറയാനുണ്ട് ശ്രീലേ, ഈ
PFI നിരോധിച്ചപ്പോൾ 2022 നിരോധിച്ചപ്പോൾ ഒരുപാട് പേര് മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്ക് നുഴഞ്ഞു. അവരെല്ലാം എല്ലാ പാർട്ടിയിലും ഉണ്ട്. അറിയാം, ഈ സിമി നിരോധിച്ചപ്പോഴും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. KT ജലീലൊക്കെ സിമിയിൽ ഉണ്ടായിരുന്ന ആളാണ്, പ്രവർത്തിച്ചിരുന്ന ആളാണ്. അദ്ദേഹം പിന്നെ യൂത്ത് ലീഗിലേക്ക് പോയി. പിന്നീട് അതുപോലെ കോൺഗ്രസിലേക്ക് ചേക്കേറിയവരുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് BJP-യിൽ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളവർ. അറിയത്തില്ല, ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് എന്തോന്ന് അറിയില്ല. പക്ഷേ ഈ അതുപോലെ ഈ PFI നിരോധിച്ചപ്പോൾ ഒരുപാട് ചെറുപ്പക്കാര് ഈ CPM-ൽ, DYFI-ൽ, യൂത്ത് കോൺഗ്രസ്സിൽ ഒക്കെ ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരും മടങ്ങി വരാൻ ഒരു പ്ലാറ്റ്ഫോം ആവശ്യമുണ്ട്. മടങ്ങി വരാൻ പ്ലാറ്റ്ഫോം മാത്രമല്ല ശാന്തി, അവരവിടെയൊക്കെ പോയെങ്കിലും പകലൊക്കെ ഇവര് CPM-കാരായെങ്കിലും രാത്രി ഇവര് SPPI സുഡാപ്പികളായി തന്നെയാണ് പ്രവർത്തിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. അത് പല കാര്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ CPM-ന്റെ തകർച്ച കൂടി സംഭവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്ലാറ്റ്ഫോം കൂടി ഉണ്ടാകേണ്ടത് അവർക്ക് അനിവാര്യം. CPM തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഇനിയിപ്പോ ഈ യൂത്ത് കോൺഗ്രസ് ഒന്നും ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയല്ല, ഒരാൾക്കൂട്ടമാണ്, ചെറുപ്പക്കാരുടെ ഒരു കൂട്ടമാണ്. അപ്പൊ അതിനകത്തൊക്കെ 100 അഭിപ്രായങ്ങൾ വരും. ജനാധിപത്യം വലിയ രീതിയിൽ പുലരുന്ന അവിടെയും നോക്കൂ, അവിടെയും ഒരു പക്ഷേ KC വേണുഗോപാലിന് വേണ്ടി നിലകൊണ്ടുവന്നതിന്റെ പേരിൽ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിമായ ഷാഫി പറമ്പിലിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഷാഫിക്കെതിരെ ഇത്രയും കാലം ഉണ്ടാകാത്ത ആരോപണങ്ങൾ അടുത്ത കാലത്തെ ആക്ഷേപങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു അജണ്ടയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അങ്ങനെ ഈ CPM-നകത്തേക്കൊക്കെ വ്യാപകമായി നുഴഞ്ഞു കയറിയ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ഇനി CPM-ന്റെ കൂടെ നിന്നിട്ടൊന്നും കാര്യമില്ല എന്നറിയാം. കാരണം ഭരണമില്ല, പ്രതിപക്ഷത്താണ്, സമരം ചെയ്യേണ്ടി വരും, പോയ അടി കൊള്ളും പോലീസിന്റെ, കേസിൽ പ്രതിയാവും. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഈ പ്രതിയാകുന്ന ആളുടെ പശ്ചാത്തലം പോലീസ് അന്വേഷിച്ച് വരുമ്പോൾ ഇതൊരു പഴയ PFI ബന്ധം എങ്ങാനും കിട്ടിയാൽ അത് കൂടുതൽ കുരുക്കാവും. അപ്പോൾ അതുകൊണ്ട് ഇനി രക്ഷയില്ല. അപ്പൊ നമുക്ക് പ്രവർത്തിക്കാൻ ഒരു പുതിയ പ്ലാറ്റ്ഫോം ആവശ്യമാണ്. അതിന് SDPI രൂപീകരിച്ചതാണ്. തീർച്ചയായിട്ടും ഒരു സംശയമില്ല കാര്യത്തിൽ. ഡെമോക്രാറ്റ്സ് ഇവരാദ്യമായി ശ്രദ്ധിച്ചു നോക്കൂ, ഇവരാദ്യം സംഘടിപ്പിച്ചത് യൂത്ത് അസംബ്ലി എന്ന് പറഞ്ഞിട്ട് ഇവരെ സംഘടിപ്പിച്ചിരുന്നു. ഇവർ ദളിത് വിഷയങ്ങൾ അടക്കമുള്ളവ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഈ ദളിത് വിഷയങ്ങളിലാണ് ഏറ്റവും എളുപ്പം ദളിതരെ ഏറ്റവും തീകൊളുത്താനും ഏറ്റവും എളുപ്പം അവരെ ഇല്ലാതാക്കാനും അവരെ മറ്റു രീതിയിലേക്ക് വഴിതെറ്റിക്കാനും ശ്രമിക്കുന്നു. അക്രമത്തിന് പ്രേരിപ്പിക്കാൻ എളുപ്പം അവരെയാണ്. അപ്പൊ അതുകൊണ്ടാണ് പാവങ്ങൾ വീഴും. അതാണ് അവർ അത്രയ്ക്ക് സഹിക്കുന്നുണ്ട് പല സമൂഹത്തിന്റെ പല തട്ടുകളിൽ. ഇടയ്ക്ക് ഒരു സംഘടന ദളിതരുടെ ഉണ്ടായിരുന്നു. ആ സംഘടനയും ഇതുപോലെ DHRM-ൽ ഇതേ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് DHRM-ന്റെ പുറകിലും ഇതേപോലെയുള്ള സംഘടനകളുടെ പ്രാഗ്രൂപമായ NDF അവരുടെ അജണ്ട നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നാണ് പുറത്ത് അറിയപ്പെടുന്നത്. നാദാപുരത്താണ് തുടങ്ങുന്നത്. നാദാപുരത്ത് CPM-ന്റെ അതിക്രമങ്ങൾക്കും CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിനും എതിരെ മുസ്ലിം ലീഗിനുള്ളിൽ രൂപപ്പെട്ട ഒരു ചെറിയ ഗ്രൂപ്പാണ്. അവരെ മുസ്ലിം ലീഗ് പുറത്താക്കി, കാരണം അക്രമം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവരെ പുറത്താക്കി. അവർ പിന്നീട് സംഘടിതരായി, സുസജ്ജരായി, ഈ പറഞ്ഞതുപോലെ കായിക പരിശീലനം ഒക്കെ നേടി CPM-ന് ചുട്ട മറുപടി കൊടുക്കാൻ തുടങ്ങി. അതാണ് പിന്നീട് വളർന്ന് പന്തലിച്ച് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയിട്ട് 2005-ലോ 2006-ലോ മറ്റോ ഒക്കെയാണ് അവര് സിമി വാഗമൺ ക്യാമ്പുകളൊക്കെ ഓർമ്മയില്ല, 2005-ലൊക്കെയാണ്. ആ കാലത്തൊക്കെയാണ് ഈ 2000-നും 2010-നും ഇടയ്ക്കാണ് അവര് പോപ്പുലർ ഫ്രണ്ടായിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ. അതായത് തമിഴ്നാട്ടില് ഇത് ഈ NDF പോലൊരു സംഘടന ഉണ്ടായിരുന്നു, കർണാടകത്തിലുണ്ടായിരുന്നു, പല സംസ്ഥാനങ്ങളിലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പേരിൽ മാറിയത്. അതിനെയാണ് കേന്ദ്ര സർക്കാർ 2022 നിരോധിച്ചത്. മറ്റു പ്ലാറ്റ്ഫോമുകളൊന്നും ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ SDPI-യിൽ കുറച്ച് പേരുണ്ട്, രാഷ്ട്രീയ രൂപമായി അവർ നിലനിൽക്കുന്നുണ്ട്. അത് SDPI തന്നെ ചേർന്നിട്ടുണ്ട്. കുറച്ചുപേര് CPM-ലേക്കൊക്കെ വന്നിട്ടുണ്ട്, കുറച്ചുപേര് കോൺഗ്രസിലും പോയിട്ടുണ്ട്. തിരിച്ചു വന്ന് പ്രവർത്തിക്കാനുള്ള ഒരു പുതിയ പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ. മാത്രമല്ല ഈ കോക്രോച്ച് പാർട്ടിയുടെ തലയിൽ വെക്കുകയും ചെയ്യാം. ഇപ്പൊ ഇങ്ങനെ നടക്കുന്ന സംഭവങ്ങൾ നടക്കുന്നതുകൊണ്ട് യുവജനങ്ങളെല്ലാം അങ്ങനെയാണ് പേരിൽ നടത്തുകയും ചെയ്യാം. കാരണം അവരോടൊപ്പം യോജിക്കുകയും ചെയ്യാമല്ലോ. നമ്മൾ മനസ്സിലാക്കുന്നല്ലേ, കോക്രോച്ച് പാർട്ടിയുടെ വക്താവായി വന്നിട്ടുള്ള പെൺകുട്ടിയെ സംബന്ധിച്ചും സൂഫിയ മദനയുടെ ബന്ധുവാണെന്ന ആരോപണം വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം അങ്ങനെ തീർച്ചയായിട്ടും പുതിയൊരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നു. ഇവരുടെ ഒരു ഹിഡൻ അജണ്ടയാണ് ഈ ദളിത് വിഷയങ്ങൾ
പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പരിസ്ഥിതി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവരുടെ ഒരു അജണ്ട പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. പരിസ്ഥിതി തീവ്രവാദ പ്രോജക്റ്റുകളെ തുരങ്കം വെക്കുക, അതിനെല്ലാം തുരങ്കം വയ്ക്കാൻ പരിസ്ഥിതിവാദവുമായിട്ട് രംഗത്ത്. അതുപോലെ തന്നെ മറ്റൊന്ന് ഈ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുക. പറഞ്ഞല്ലോ, തെരുവ് നായ്ക്കളെ അപകടകാരികളായി തെരുവ് നായ്ക്കളെ കൊല്ലാം, ഒരു പ്രശ്നവുമില്ല. ഈ വന്ധ്യംകരിക്കൽ വേണ്ടത്ര വിജയിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കൊല്ലാം എന്നുള്ള ഒരു കാരണം മനുഷ്യജീവനാണ് ഏറ്റവും വിലപ്പെട്ടത് എന്നുള്ളത് തന്നെയാണ്. അതിന്റെ അർത്ഥം ജന്തുജാലങ്ങൾക്കൊന്നും ജീവിക്കേണ്ടതല്ല. പക്ഷെ മനുഷ്യനെ അപകടകരമായ രീതിയിൽ ആക്രമിച്ചാൽ എന്ത് ചെയ്യും? ഈ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു വരുന്നത്. അതുപോലെ ഈ നമ്മുടെ കേരളത്തിലെ ഉത്സവ സീസൺ എടുക്കുമ്പോൾ ആന എഴുന്നള്ളത്തിനെതിരെ ഇതൊക്കെ പണ്ട് നമ്മുടെ നാട്ടിൽ പണ്ടും ആന എഴുന്നള്ളത്തുണ്ടായിരുന്നു. ആന ഇടഞ്ഞിരുന്നു, ചിലപ്പോൾ പാപ്പാനെ ആന ആക്രമിച്ച് കൊന്നിരുന്നു. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ എണ്ണം കൂടിയപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആന ഇടയുന്നതിൻ്റെ എണ്ണവും കൂടി. ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണം. അതിനെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ അതിന് ഇടയാതിരിക്കാനുള്ള മാർഗങ്ങൾ ചെയ്യുക, ആനയെ പ്രകോപിപ്പിക്കാതിരിക്കുക, ചൂട് കൺട്രോൾ ചെയ്യാനുള്ള അത് ചൂട് കൂടുമ്പോഴാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതൊക്കെ ചെയ്യുന്നതിന് പകരം ആന എഴുന്നള്ളിപ്പിനെതിരെ ഒരു ക്ഷേത്രാചാരങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വിഭാഗം വരും. ഇതിന്റെ എല്ലാം പിന്നിൽ CPM-ന്റെ മാത്രം അജണ്ടയാണെന്ന്, CPM-ന്റെ മാത്രമല്ല. ഇപ്പൊ സതീശന്റെ അച്ഛന്റെ പേര് പറയുന്നു. ആർക്കെന്ത് ഛേദമുള്ള കാര്യമാണ്? അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ദാമോദര മേനോൻ എന്നാണെങ്കിൽ ശശി എന്ന് വിളിക്കാൻ പറ്റില്ല, ദാമോദര മേനോൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് പറയുന്നു. ആ പേര് പറയുന്നത് എന്താണ്? എൻ്റെ സോഷ്യൽ മീഡിയ വന്ന് എന്നോട് ചിലർ ചോദിക്കാറുണ്ട് പേരെന്താ മാറ്റാത്തതെന്ന്. എൻ്റെ പേര്, എൻ്റെ റെക്കോർഡിക്കലായ നെയിം എൻ്റെ അച്ഛനും അമ്മയും എനിക്കിട്ട പേര് ശ്രീലാപ്പിള്ള എന്നാണ്. ഞാനത് മാറ്റില്ല. ഞാൻ കല്യാണം കഴിച്ചപ്പോഴും ഞാനത് മാറ്റിയിട്ടില്ല. എല്ലാ കാലത്തും എൻ്റെ പേര് അങ്ങനെ തന്നെയാണ്, റെക്കോർഡിക്കൽ നെയിമാണ്, ഞാനത് മാറ്റില്ല. അപ്പോൾ കാരണം നമുക്കൊരു പെൻ നെയിം വയ്ക്കാം, പക്ഷെ അതുപോലെ അല്ല നമ്മുടെ പേര് മാറ്റുക എന്ന് പറഞ്ഞു. ഇപ്പൊ എന്റെ അച്ഛന്റെ പേര് എനിക്ക് മാറ്റാൻ കഴിയില്ല, അച്ഛൻ്റെ പേര് തന്നെയാണ്. അപ്പൊ അങ്ങനെ തന്നെ അത് പറയുന്നതിൽ നമുക്ക് അഭിമാനം. അതാണ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരാൾ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നു, ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു മേഖലയിലേക്ക് വരികയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്നയാളുടെ മകനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രൗഡാണ്. അതിന് തന്നെയാണ് അതിന്റെ അച്ഛന്റെ പേര്. അപ്പൊ അതിനെ വിവാദമാക്കുന്നതും അതിനെ പ്രശ്നമുണ്ടാക്കുന്നതും ഇത്തരത്തിലുള്ള അജണ്ടകൾ തന്നെയാണ് അതിന്റെ പിന്നിൽ. അതായത് തീവ്രവാദ ഭീകര സ്വഭാവമുള്ള സംഘടനകളും അതിന്റെ ആൾക്കാരുമാണ് ഇത്തരത്തിലുള്ള അജണ്ടകൾ, സ്ലീപ്പർ സെല്ലുകളാണ്. അതായത് ഐഡന്റിറ്റി നശിപ്പിക്കാന്നുള്ള, ഒരാളുടെ വ്യക്തിത്വം നശിപ്പിച്ച് അവരിലേക്ക് ആക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും മറഞ്ഞിരുന്നുകൊണ്ട് നരേറ്റീവ്സ്, ആഖ്യാനങ്ങൾ സൃഷ്ടിച്ച് നരേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്ത് സമൂഹത്തിൽ അന്തഛിദ്രം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി ചെയ്യുന്നത്. ഒരു രാജ്യത്തെ യൂത്തുകളെ നശിപ്പിച്ചാൽ എളുപ്പം രാജ്യത്തെ നശിപ്പിക്കാൻ കഴിയും. ആ ഒരു അജണ്ടയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യങ് ഡെമോക്രാറ്റ്സിനെ വളരെയധികം കരുതിയിരിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ശ്രദ്ധ ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് പതിയേണ്ടതുണ്ട്. പോപ്പുലർ ഫ്രണ്ട് വളർന്ന പോലെ അത്രയും വളർത്താൻ അനുവദിക്കരുത്. പോപ്പുലർ ഫ്രണ്ടുകാർ നിരോധിക്കപ്പെട്ടപ്പോൾ അവരൊരു യോഗ പരിശീലനം എന്ന പേരിൽ MEC7 എന്നൊരു സംഘടന ഉണ്ടാക്കി എന്നൊരു ആക്ഷേപം ഉയർന്നിരുന്നു. ആ ആക്ഷേപം ഉയർത്തിയത് സത്യത്തിൽ CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹൻ. അത് RSSകാരല്ല പറഞ്ഞത്, BJP-കാരല്ല പറഞ്ഞത്, കോൺഗ്രസ്സുകാരല്ല പറഞ്ഞത്. ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായം അറിയാൻ നമുക്ക് CPM-ആണ്. അപ്പൊ ഈ യങ് ഡെമോക്രാറ്റ്സിന്റെ കാര്യത്തിലും CPM-ന്റെയും BJP-യുടെ ഒക്കെ നിലപാടുകൾ പൊതുസമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ടാവും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ MEC7 എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. ആ യോഗ പരിശീലനം നടക്കുന്നുണ്ടോ ഇല്ലയോ, അത് വലിയ രീതിയിൽ വളരെ പെട്ടെന്ന് പരിശീലനങ്ങൾ നടക്കുന്നത് അറിയില്ല. കോഴിക്കോടിന്റെ വടക്കൻ പ്രദേശത്താണ് അത് പെട്ടെന്ന് വ്യാപിച്ചത്. അതുപോലെ തന്നെ ഈ കണ്ണൂരിന്റെ തെക്കൻ പ്രദേശത്തും ഇതിന് വലിയ സ്വാധീനമുണ്ടായി എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും അത് ഇതിലൊരു കാരണം ഇങ്ങനത്തെ ക്യാമ്പുകൾ നടക്കുന്നതോ ഇങ്ങനത്തെ സിമി വാഗമൺ ക്യാമ്പുകളൊക്കെ വളരെ രഹസ്യാത്മകമായാണ് നടത്തിയത്, കാടിനുള്ളിലും ഒക്കെയാണ്. അതുകൊണ്ട് നമുക്ക് പുറത്തു വരാൻ വളരെ പാടാണ്. ഇവരിപ്പോ ഈ ഉള്ള ക്യാമ്പുകൾ അങ്ങനെയാണ്. നേരെ മറിച്ച് കേരളത്തിൽ RSSന്റെ പ്രവർത്തനം ഗോപ്യമാണെന്ന് പറയുമ്പോൾ RSS പ്രവർത്തനം നടത്തുന്ന അമ്പലത്തിന്റെ മുറ്റത്താ, ക്ഷേത്രമുറ്റത്ത് അവർ പൊതുസമൂഹത്തിന്റെ നടുവിലാണ്. ഒരിടത്തും രഹസ്യ ക്യാമ്പ് ഒന്നുമില്ല, ക്യാമ്പ് ആർക്ക് വേണമെങ്കിലും അതെ, സ്കൂളുകളിലാണ്
ക്യാമ്പുകൾ നടത്തുന്നത്. എവിടെയും രഹസ്യ കേന്ദ്രങ്ങളിലല്ല, സ്കൂളുകളിൽ ക്യാമ്പ് നടത്തുന്നു. OTC ITC ഒക്കെ നടക്കുന്നത് സ്കൂളുകളിലാണ്. പിന്നെ നടക്കുന്ന പരിപാടി തോന്നുന്നു അമ്പലത്തിലാണ്, അമ്പലത്തിന്റെ മുറ്റത്താണ് ശാഖകൾ നടക്കുന്നത്. അത് പൊതുജനങ്ങൾക്ക് എപ്പോഴും അമ്പലത്തിൽ വരുന്നവർക്ക് കാണാം. വലിയ ക്യാമ്പ് നടക്കുന്നത് നാഗ്പൂര് പരസ്യമായിട്ടാണ്. അവിടെയും പോയി ഇനി ബിജെപിയുടെ പിന്നെ ദേശീയ സമ്മേളനത്തിൽ പുറത്തുനിന്നുള്ളവർക്ക് ഇരിക്കാം. ദേശീയ സമ്മേളനത്തിന്റെ അവസാന യോഗങ്ങളിലൊക്കെ പുറത്തുനിന്നുള്ളവർക്ക് അവിടെ ഇരുന്ന് കാണാനുള്ള സൗകര്യം, പൊതുജനങ്ങൾക്ക് ആക്സസ് ഉണ്ട്. എന്നിട്ടും പറയുന്നത് RSS ഉം BJP ആണ് രഹസ്യ സംഘടനകൾ എന്നുള്ളതാണ്. ഇതൊക്കെ കാടുകളിലുള്ള ഇപ്പൊ പാനായിക്കുളം, സിമി, വാഗമൺ, നമ്മൾ ഈ ക്യാമ്പുകളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇങ്ങനത്തെ രഹസ്യ ക്യാമ്പുകളാണ് നടന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ കാടുകൾക്കുള്ളിലും ഒളിഞ്ഞിരിക്കുന്ന പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കുന്നുണ്ട് എന്ന സംശയമുണ്ട്. മാവോയിസ്റ്റ് കാണിക്കുകയും വേണം. മാവോയിസ്റ്റുകൾ അടക്കമുള്ളവരുടെ ഭീഷണി ഒരു സ്ഥലത്ത് നിൽക്കുന്നു. മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞു വരുന്നത് ഇത്തരത്തിലെല്ലാം ഇത് എന്റെ ഒരു വകഭേദങ്ങൾ തന്നെയാണ്, സഹോദര സംഘടനകളാണ്. ഇവർക്കെല്ലാം ഫണ്ട് വരുന്നത് ഏതാണ്ട് ഒരേ സ്ഥലത്തൊക്കെ തന്നെയാണ്. പിന്നെ മാധ്യമപ്രവർത്തകർക്കിടയിൽ പോലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ ജാഗ്രതയോടുകൂടി ഡെമോക്രാറ്റ്സിനെ വളരെ സൂക്ഷിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ശ്രദ്ധ അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ പതിയണം. ഇവരെ നിരീക്ഷിക്കണം, ജാഗ്രതയോടുകൂടി തന്നെ ഇവരെ നിരീക്ഷിക്കണം.